ഓരോ ദിവസം ചെല്ലുന്തോറും ഈ ഷാജിദ് ചെയ്യുന്ന ക്രൂരതകളും അല്ലെങ്കിൽ കാര്യങ്ങളും കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഇടയ്ക്ക് ഇപ്പോൾ നടന്നൊരു സംഭവമാണ്. ഇത് കണക്ക് ഷെരീഫിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അവരുടെ ഉമ്മ എഴുന്നേറ്റ് ശരി, ഭാര്യ എഴുന്നേറ്റ് ശരി, ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയും എന്നിട്ട് അത് ലൈവ് എടുത്ത് ആൾക്കാരെ കാണിക്കുന്ന ഭയങ്കരമായിട്ട് എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് വീഡിയോ ഇട്ടിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഷെരീഫ് മാക്സിമം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് തന്നെ ഇത് ഷാജിദ് അവിടെ ചെന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതേ കണക്ക് എന്തെങ്കിലും പറയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഷെരീഫ് അവളെ അടിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്തുണ്ടെങ്കിൽ ഇതിനെ വെച്ചൊരു കേസ് കൊടുക്കാനുള്ളൊരു പ്ലാനിലാണ് അവിടെ ചെന്നത്. പക്ഷേ അവനത് മനസ്സിലാക്കുകയും അതിനെ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ കുറേ നേരം അവിടെ നിന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഭാര്യയെ പറ്റിയൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഈ നാട്ടുകാരെല്ലാം കൂടെ വന്ന് ഷാജിദയെ ഓടിക്കുകയാണ് ചെയ്തത്. അതിലും നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കളഞ്ഞിട്ടാണ് ഷാജിദ് ഓടിപ്പോകുന്നത്. സോ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് വരികയാണ്. ഇപ്പോൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അത് ആ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അത് പ്രശ്നമാകുന്നത്. സോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഷാജിദ ചെയ്യുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും ആ കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയ്ക്കൊന്നും കുഴപ്പമില്ല, സാധാരണ രീതിയിലായിരുന്നു. ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇപ്പോൾ ഇവർക്ക് പണമുണ്ട് അല്ലെങ്കിൽ ആൾക്കാർ ഒരുപാട് പേര് അറിയുന്നുള്ളൊരു കാര്യമായപ്പോഴത്തേക്ക് തനിക്ക് എന്തും ചെയ്യുക, ആരും ഒന്നും ചോദിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെ പോക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് നിർത്തണമെന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ള വിവരം തീർച്ചയായിട്ടും ഷാജിദയ്ക്കുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ താൻ എന്തോ വലിയ ആളാന്നുള്ള രീതിയിലാണ് എല്ലാം കാണിച്ചു കൂട്ടുന്നത്. ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇവർക്ക് തന്നെ ഇത് പണിയായിട്ട് മാറുന്നതായിരിക്കും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.